ജീവിതം വിജയകരവും സന്തോഷകരവുമാക്കുന്നതിനുള്ള നടപടികൾ ചാണക്യൻ തന്റെ ചാണക്യനീതിയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. 6-ാം അധ്യായത്തിലെ 10-ാം ശ്ലോകത്തിൽ ഒരു വാക്യം പറയുന്നു: രാഷ്ട്രകൃതം പാപം രാഖ്യപാപം പുരോഹിത് ഭർത്താച സ്ത്രീകൃതം പാം ക്ഷിപാംപം പുരസ്തത. ഈ 3 തരത്തിലുള്ള ആളുകൾ തെറ്റു ചെയ്താൽ അതിന്റെ തിക്തഫലം മറ്റുള്ളവർ അനുഭവിക്കേണ്ടി വരുമെന്നാണ് ചാണക്യൻ പറയുന്നത്. അത്തരം ആളുകൾ ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം. ചാണക്യൻ ആദ്യമായി പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാർ ചെയ്ത തെറ്റുകളുടെ ഫലത്തെക്കുറിച്ചാണ്. ജീവിതത്തിലുടനീളം ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ചെയ്ത തെറ്റുകളുടെ അനന്തരഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് ചാണക്യൻ പറയുന്നു. ഭർത്താവ് തെറ്റ് ചെയ്താൽ അതിന്റെ ഫലം ഭാര്യയും, ഭാര്യ തെറ്റ് ചെയ്താൽ അതിന്റെ ഫലം ഭർത്താവും അനുഭവിക്കേണ്ടി വരുമെന്നാണ് ചാണക്യൻ പറയുന്നത്. ഒരു കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും കാത്തുരക്ഷിക്കുക എന്നുള്ളത് 2 പേരുടെയും കടമയാണെന്നും, പക്ഷേ ഇതിൽ ഒരാൾ തെറ്റുകാരായാൽ അതിന്റെ തിക്തഫലം മുഴുവൻ കുടുംബവും അനുഭവിക്കേണ്ടി വരുമെന്നും ചാണക്യൻ പറയുന്നു. അതുകൊണ്ട് ഓരോ ചുവടും ശ്രദ്ധയോടെ മുന്നോട്ട് വെച്ചാൽ കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരുമെന്നും ഗുരു ചാണക്യൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചാണക്യൻ രണ്ടാമതായി പറയുന്നത് ഒരു ഭരണാധികാരി തെറ്റു ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഒരു രാജ്യത്തെ ജനങ്ങൾ തെറ്റു ചെയ്യുമ്പോൾ അതിന്റെ അനന്തരഫലം ഒരു ഭരണാധികാരിക്ക് വഹിക്കേണ്ടി വരും. ജനങ്ങൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടത് ആ ഭരണാധികാരിയുടെ ഉത്തരവാദിത്വമാണ്. പ്രജകളോടും രാജ്യത്തിനോടും കൂറുള്ള ഒരു ഭരണാധികാരിക്ക് മാത്രമേ ആ രാജ്യത്തെ നേർവഴിക്ക് നയിക്കാനും പ്രജകൾക്ക് നല്ലതു ചെയ്യാനും സാധിക്കുകയുള്ളൂ. നേരെ മറിച്ച് രാജ്യത്തെയും ജനങ്ങളെയും ധൂർത്തടിക്കുക എന്നതാണ് ഭരണാധികാരിയുടെ ലക്ഷ്യമെങ്കിൽ ഒരിക്കലും പ്രജകളെയും രാജ്യത്തെയും നേർവഴിക്ക് നയിക്കാൻ ആ ഭരണാധികാരിക്ക് ഒരിക്കലും കഴിയില്ല. അങ്ങനെയാകുമ്പോൾ ആ രാജ്യത്തിലെ ജനങ്ങൾ തെറ്റു ചെയ്താൽ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ആ ഭരണാധികാരി വഹിക്കേണ്ടി വരുമെന്നും, നേരെ മറിച്ച് ഭരണാധികാരി തെറ്റു ചെയ്താൽ അതിന്റെ മുഴുവൻ തിക്തഫലവും ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നും ചാണക്യൻ പറയുന്നു. ഭരണാധികാരി ചെയ്യുന്ന തെറ്റിന്റെ ഫലം പൊതുജനം അനുഭവിക്കേണ്ടി വരും. ഭരണാധികാരിയുടെ തെറ്റ് ജനങ്ങളെ ബാധിക്കുന്നു. ചാണക്യൻ മൂന്നാമതായി പറയുന്നത് ഗുരുവും ശിഷ്യനും തെറ്റു ചെയ്യുന്നതിനെ കുറിച്ചാണ്. ശിഷ്യൻ തെറ്റായ പ്രവൃത്തി ചെയ്താൽ ഗുരുവിന് അനന്തരഫലങ്ങൾ ലഭിക്കും. അതുകൊണ്ട് തന്നെ അവനെ നേർവഴിയിൽ കൊണ്ടുവരേണ്ടത് ഗുരുവിന്റെ ഉത്തരവാദിത്വമാണ്. അതുപോലെ ഗുരു എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതിന്റെ ഫലം ശിഷ്യനും അനുഭവിക്കേണ്ടി വരും. കാരണം ഗുരു എന്ന പേരിൽ മാത്രമാണ് ശിഷ്യനെ സമൂഹത്തിൽ തിരിച്ചറിയുന്നത്. മാതാവും പിതാവും എന്ന പോലെ തന്നെ ഗുരുവും ഒരു വ്യക്തിയുടെ വളർച്ചയുടെ പ്രധാന ഘടകമാകുന്നു. ചാണക്യ വചനങ്ങൾ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ വിജയം സുനിശ്ചിതമായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി. സർവ ആയുരാരോഗ്യ സൗഖ്യവും സമ്പൽ സമൃദ്ധിയും തന്ന് സർവശക്തൻ നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ.